Good morning, friends. I am Santosh, ELV consultant. Today, I am going to discuss about the telematic solutions, our fleet management system. This is our main product. We are doing fleet management system in Bahrain and Saudi Arabia. So, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഫ്ലീറ്റ് മാനേജ്മെൻറ്റിലുള്ള അഡീഷണൽ ആയിട്ടുള്ള രണ്ട് ഫീച്ചറിനെ കുറിച്ചാണ്. അതിൽ ഒന്ന് വന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഈ സെൻസർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ഫെസിലിറ്റീസ് അതിനകത്തുണ്ട്. അതിനുള്ള രണ്ട് ഫീച്ചറിൽ ഒന്ന് വന്നിട്ട് നമ്മുടെ പെട്രോൾ നമ്മൾ വണ്ടിക്ക് ഇട്ടിട്ടുണ്ടല്ലോ. സോ നമ്മളത് അത് നമുക്ക് ഓൾറെഡി നമുക്ക് പെട്രോളിൻ്റെ ഫ്യൂവലിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ കൺസപ്ഷൻ ലെവൽസ്. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഫ്യൂവൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് പോയി അവൻ വന്നിട്ട് ഐഡിലായിട്ടിട്ട് പെട്രോൾ എഞ്ചിനെ കത്തിച്ച് കളയാണെങ്കിലോ നമുക്കത് എത്ര മണിക്കൂർ ഈ വണ്ടി ഐഡിലിൽ കിടന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സോ പെട്രോൾ യൂസേജ് ഇന്നത്തെ വില അറിയാമല്ലോ, പെട്രോളിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ലെവലിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു സെൻസർ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ നമ്മൾ ഡ്രൈവറിന് അലേർട്ടും വാർണിംഗും കൊടുക്കാൻ പറ്റും. ഇനി മുതൽ നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സാലറിയിൽ കട്ടാവുന്നുള്ള ഒരു അലേർട്ട് കൊടുക്കാൻ പറ്റും. സോ അവനും അതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിലുള്ള ഒരു ഫീച്ചർ. രണ്ടാമതൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഈ സോഫ്റ്റ്വെയർ നമുക്ക് മൊബൈൽ ആപ്പിൽ കിട്ടും. സോ ഇതിൻ്റെ അലേർട്ട് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. സോ മെയിനായിട്ട് ഒരു വണ്ടിക്ക് വരുന്ന പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അലേർട്ട്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്, അതിനകത്ത് എന്തൊക്കെ സെൻസറാണ് ഉള്ളതെന്നതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, ആ വണ്ടിക്കകത്ത് നമുക്ക് വണ്ടിയിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഓയിൽ മാറ്റണമല്ലോ. ഫോർ എക്സാമ്പിൾ 5000 കിലോമീറ്ററിലായിരിക്കും നമ്മൾ വണ്ടിയുടെ ഓയിൽ മാറ്റുന്നത്. നമ്മളത് മാറ്റാൻ മറന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എഞ്ചിന് ഹീറ്റായി എഞ്ചിൻ ബേണായി പോകും. സോ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ആപ്പിൽ അലേർട്ട് വന്നുകൊണ്ടിരിക്കും. അത് തീർന്ന് അതിൻ്റെ ടിക്ക് അടിച്ച് നമ്മളത് മാറ്റുന്നത് വരെ ഈ അലേർട്ട് നമ്മളെ പോപ്പപ്പ് ചെയ്ത് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്യും. രണ്ട്, നമ്മളെ വണ്ടിയുടെ ടയർ ഉണ്ടല്ലോ, ടയറിൻ്റെ പ്രഷർ കുറവായിരുന്നെങ്കിൽ നമുക്കത് ഡേഞ്ചറസ് ആണ്. ഒന്നുകിൽ ടയർ ഡാമേജ് ആവും, അതല്ലെങ്കിൽ ആക്സിഡൻറ്റ് വല്ലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ ടയറിൻ്റെ പ്രഷർ ലെവൽ കുറയണമെങ്കിൽ അതും ഈ മൊബൈൽ അലേർട്ടിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമ്മളെ വണ്ടിക്കകത്ത് ഫ്യൂവൽ എത്ര ഉണ്ട്, ഫ്യൂവലിൻ്റെ ലെവൽസ് നമുക്ക് മൊബൈലിൽ കൂടെ അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വണ്ടിയിൽ പെട്രോൾ അടയ്ക്കാൻ സമയം എന്നുള്ള ആ അലേർട്ടും വാർണിംഗ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും. സോ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ വണ്ടിക്കകത്ത് എഞ്ചിൻ ഹീറ്റിങ്ങിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംതിങ് എഞ്ചിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വന്നിട്ട് ഒരു ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ അലേർട്ട് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. എനിക്കിതേപോലെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വണ്ടി ഇതേപോലെ ഒട്ടിച്ചുകൊണ്ട് പോയിട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കുമ്പം വണ്ടിയുടെ ഹീറ്റ് ഏറുന്നത് എനിക്ക് അറിയത്തില്ല. ഒരു കണ്ടീഷനിൽ വണ്ടി അങ്ങോട്ട് എരിഞ്ഞ് നിന്നു ഒരു സൈഡ്. അവസാനം എനിക്ക് ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് എനിക്ക് ആ എഞ്ചിന് മാറ്റി വെക്കേണ്ടി വന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാതെ പോകും. നമ്മളെ ബോഡിയിൽ എന്തോ ഒരു പ്രോബ്ലം വന്നാൽ അത് നമ്മൾ കെയർ ചെയ്യാതെ ഇരുന്നാൽ അതൊരു വലിയ അസുഖമായിട്ട് മാറും. അത് പിന്നെ വലിയ ഒരു ലോസിലോട്ട് നമ്മളെ കൊണ്ടെത്തി. അതുപോലെയാണ് ഈ വണ്ടിക്കകത്തുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വണ്ടി പ്രീമിയം വണ്ടി നല്ല വില കൊടുത്ത് വാങ്ങിച്ച വണ്ടിയെ കറക്റ്റായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ നമുക്കത് എട്ടിൻ്റെ പണി കിട്ടും. സോ അതിൽ പറഞ്ഞിട്ട് വരുന്ന ഈ സെൻസേഴ്സ് എല്ലാം നമ്മുടെ ഈ ട്രാക്കിംഗ് സൊല്യൂഷനിലുണ്ട്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഓയിലിൻ്റെ അലേർട്ട്, രണ്ടാമത് ടയറിൻ്റെ അലേർട്ട്, മൂന്നാമത് ഞാൻ പറഞ്ഞത് ഫ്യൂവൽ ലെവൽ സെൻസിങ് അലേർട്ട്, നാലാമത് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഹീറ്റിംഗ് കപ്പാസിറ്റി കൂടിക്കൊണ്ട് പോകണമെങ്കിലോ അതിനകത്ത് എറർ ലൈറ്റ് വരും. ആ എറർ ലൈറ്റിൻ്റെ അലേർട്ടും നമുക്ക് ഈ മൊബൈലിൽ കൂടെ അറിയാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിക്കകത്ത് ബ്രേക്ക് ഉണ്ടല്ലോ, ആ ബ്രേക്കിനകത്ത് ഒരു ഫ്ലൂയിഡ് ഇട്ടിട്ടുണ്ട്. അപ്പം ആ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയണമെങ്കിലും നമുക്ക് അലേർട്ടായിട്ട് കിട്ടും. അതുപോലെ നമുക്ക് വണ്ടി പീരിയോഡിക് മെയിൻ്റനൻസ് ചെയ്യണം കറക്റ്റായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 30 ഡേയ്സിനൊരിക്കൽ വണ്ടിയെ കൊണ്ട് സർവീസിന് വിട്ട് അതിൻ്റെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് ആ സർവീസ് ചെയ്യേണ്ട ഒരു പീരിയോഡിക് മെയിൻ്റനൻസ് ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് നമുക്ക് വണ്ടി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. നമ്മളെ വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളും കേടുപാട് വരാൻ ചാൻസ് ഉണ്ട്. സോ ആ മെയിൻ്റനൻസ് ഷെഡ്യൂൾ അലേർട്ടും നമുക്ക് ഇതിനകത്ത് ഈ മൊബൈൽ ആപ്പ് വഴി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് വേറെയും ഒരുപാട് സെൻസേഴ്സ് നമ്മളെ വണ്ടിയിലുണ്ട്, നമുക്ക് തന്നെ അറിയത്തില്ല. അതിലുള്ള ഒരു സെൻസർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസർ നമ്മളെ വണ്ടി ഓവർ ഹീറ്റ് ആവണമെങ്കിലോ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് ടെമ്പറേച്ചർ ഓവർ ആണെങ്കിലോ അത് നമുക്കൊരു അലേർട്ട് വരും. അതുപോലെ നമുക്ക് ഈ ടെമ്പറേച്ചർ സെൻസർ ഡാമേജ് ആയാലോ അത് നമുക്ക് ഈ ടെമ്പറേച്ചർ സെൻസർ ഡാമേജ് ആവാൻ പോകുന്നുള്ള അലേർട്ട് പോലും ഈ നമ്മുടെ ട്രാക്കർ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ വണ്ടി റിവേഴ്സിലെടുക്കുമ്പോൾ ഒരു റിവേഴ്സ് സെൻസർ വെച്ചിരിക്കും. റിവേഴ്സിലെടുക്കുമ്പോൾ ബാക്കിൽ അലേർട്ട് ഗീ എന്നൊരു സൗണ്ട് കേൾക്കും. സോ ആ റിവേഴ്സ് സെൻസർ ഡാമേജ് ആണെങ്കിലും അത് നമുക്ക് അലേർട്ടായിട്ട് തരും. അതുപോലെ എഞ്ചിൻ്റെ
നമ്മുടെ വണ്ടിക്കകത്ത് CO2 ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല. സോ CO2 സെൻസർ എന്നൊരു സാധനമുണ്ട് വണ്ടിക്കകത്ത്. അപ്പം വണ്ടിക്കകത്ത് ആ CO2ൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ അലേർട്ട്നെസ് നമുക്ക് കിട്ടും. അതുപോലെ എഞ്ചിൻ്റെ RPM, എഞ്ചിൻ വന്നിട്ട് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്പീഡ് കുറയാണെങ്കിലോ അതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു ഫ്ലോ തെറ്റാണെങ്കിലോ എഞ്ചിൻ്റെ RPM സെൻസർ എന്നുണ്ട്, ആ സെൻസറിൻ്റെ അലേർട്ട് നമുക്ക് കിട്ടും. അതിൽ വെഹിക്കിളിൻ്റെ സ്പീഡ് ഓവർ സ്പീഡ് ആണെങ്കിൽ അതിൻ്റെ അലേർട്ട്, നമ്മൾ വണ്ടി ഡ്രൈവർ കൊണ്ടുപോയിരിക്കുകയാണ്, വണ്ടി ഓവർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലേർട്ട് നമുക്ക് കിട്ടും. അപ്പം തന്നെ അതിനെ വിളിച്ച് ഓൺ ചെയ്യാൻ പറ്റും. അതുപോലെ വണ്ടിക്കകത്തുള്ള പ്രഷർ, വണ്ടിക്കകത്ത് നമുക്ക് മെയിൻറ്റെയിൻ, ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ നമുക്കൊരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ വണ്ടിക്കകത്തൊരു പ്രഷറുണ്ട്. ആ പ്രഷർ കറക്റ്റ് ആണോ എന്നല്ലെന്നുള്ളതിൻ്റെ ആ പ്രഷർ സെൻസർ നമുക്ക് അലേർട്ട് തരും. അതുപോലെ വണ്ടിയിൽ നമുക്ക് വേറെ ആരെങ്കിലും ബാക്കിൽ വന്നിട്ട് നോക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിംഗ് സെൻസർ എന്നൊരു സാധനമാണ്. അപ്പോൾ അതിൽ ആരെങ്കിലും നോക്ക് ചെയ്താൽ അൺവാണ്ടഡ് നോക്കിങ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സെൻസർ അലേർട്ട് തരും. പ്ലസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം, നമ്മളിപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്, അവരൊരു ഒരു ഒരു നൈറ്റ് ഡ്രൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ട്രാക്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആയാൽ അവർക്ക് നമ്മൾ അറിയിക്കാൻ പറ്റണം. അവരുടെ മൊബൈൽ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അവർക്ക് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ സെൻസർ, അതിനകത്ത് നമുക്ക് GPS ട്രാക്കർ എന്ന സാധനം നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തുള്ളതുകൊണ്ട് അതിനകത്ത് പാനിക് അലാം സെൻസർ ഉണ്ട്. സോ ആ സെൻസർ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൊബൈൽ അലേർട്ട് കിട്ടും. നമ്മുടെ എടുത്തോണ്ട് പോയ ആൾക്ക്, വണ്ടിയിലിരിക്കുന്ന ആൾക്ക് എന്തോ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് എന്ന് വെച്ചാൽ നമുക്ക് പോലീസിനെ അലേർട്ട് ചെയ്തിട്ട് നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്ത് റിക്കവർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരുപാട് സെൻസേഴ്സ് നമുക്കുണ്ട്. ഇതാണ് നമ്മളുടെ ഈ ട്രാക്കിംഗ് സൊല്യൂഷൻ കൊണ്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഫീച്ചേഴ്സ്. ഇത് എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ്. നമ്മൾ വിചാരിക്കും ഇതെന്ത് ചെറിയ സാധനമല്ലേ, പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമ്മളെ വണ്ടിയുടെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു ലെന്തി ആയിട്ടുള്ള ഒരു സ്ട്രെങ്തൻ ലൈഫിൽ